ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു ശീമച്ചക്ക വെച്ചിട്ട് ഒരു കറി തയ്യാറാക്കാം. സ്റ്റൂ എന്നാണ് പറയുന്നത്. തേങ്ങാപ്പാലൊക്കെ നിറയെ ചേർത്ത്. ഇത് ചില സീസണിലാണ് നമുക്ക് കിട്ടാറുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കിഴങ്ങും സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പെരുംജീരകവും കസ്കസും പട്ടയും തച്ചോളും എടുത്തിട്ടുണ്ട്. കസ്കസ് നിർബന്ധമായിട്ടും ഇതിനരയ്ക്കണം. അത് വെറുതെ ഒരു ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് മതിയാവും എല്ലാവും. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ തേങ്ങയും എടുത്തിട്ടുണ്ട്, തിരുമ്മി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കുറച്ച് ഇതിന് കൊഴുപ്പ് കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ട് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അരയ്ക്കാം. നമ്മളിവിടെ കാഷ്യൂവിൻ്റെ ബേബി കിഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുതിർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ആദ്യം എല്ലാം വേവിച്ചെടുക്കാം. നമ്മൾ ശീമച്ചക്കയും കിഴങ്ങും സവാളയും പച്ചമുളകും ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. എരിക്ക് വേണ്ടുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. നമുക്കിതിനകത്ത് തേങ്ങാപ്പാലൊക്കെ നിറയെ ചേർക്കുന്നതുകൊണ്ട് ഒരു 3 സ്പൂൺ ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് നമുക്കിനിയും കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. എരിക്കനുസരിച്ച് പച്ചമുളക് ഏറെ ചേർക്കുന്നത് നല്ല മണമായിരിക്കും. നമുക്ക് ഉപ്പും ചേർത്ത് ഒരു വെള്ളവും ചേർത്ത് അടച്ച് വേവിക്കാം. എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. പെട്ടെന്ന് വെന്ത് പോകുന്നതാണ്. ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊരു പാനിൽ കുറച്ച് കടുക് താളിച്ചെടുക്കാം. കടുക് താളിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നമ്മളെടുത്തിരിക്കുന്ന ഗരം മസാലയും ഒന്ന് പൊടിച്ചെടുക്കാം. ഇതും ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ പൊടിച്ചതിന് ശേഷം അതും നമുക്ക് ഇതിൽ ചേർത്ത് കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാളയും ചേർക്കാം. നമ്മൾ സവാള വഴറ്റിയാണ് ചേർക്കുന്നത്. കിഴങ്ങയും ശീമച്ചക്കയും വേവിച്ചപ്പോൾ നമ്മൾ സവാള അതിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരുമിച്ച് ചേർത്തും വേവിച്ചെടുക്കാം. പക്ഷേ തനിയെ സവാള വഴറ്റി ചേർക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കൂടെ നമ്മൾ പച്ചമുളകും വഴറ്റിയെടുക്കാം. എരിക്ക് കുറച്ചും കൂടെ പച്ചമുളക് ചേർത്താലും നല്ലതായിരിക്കും. നമ്മുടെ കിഴങ്ങും ശീമച്ചക്കയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതും ചേർക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ശീമച്ചക്കയും കൂടെ ചേർക്കാം. പതുക്കെ ഒന്ന് ഇളക്കാം. ഉപ്പൊക്കെ ചേർത്താണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും ചേർക്കാം. ഇത് പെട്ടെന്ന് വേവുന്നതാണ് ഈ ശീമച്ചക്ക. അധികം വേവാതെ ഇരിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഒരുമിച്ച് തനിപ്പാൽ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ കാഷ്യൂനട്ടും ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ തനിപ്പാൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനിയും കാഷ്യൂനട്ട് അരച്ചും കൂടെ ചേർക്കാം. കാഷ്യൂനട്ട് അരച്ചും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ നിറയെ ചേർത്തും കാഷ്യൂനട്ട് ചേർത്തുകൊണ്ടും വളരെ ടേസ്റ്റാണിത്. ചോറിനും നല്ലതാണ്. കുറച്ച് എരി കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് മീൻ ഇറച്ചിയൊന്നും കൂട്ടാത്തവർക്ക് നല്ല ചിക്കൻ കറിയുടെയൊക്കെ നല്ല മണമാണ് ഈ കറിക്ക്. ചിക്കൻ ഇല്ലാത്തൊരു ചിക്കൻ കറി തന്നെയാണെന്ന് പറയാം. വളരെ ടേസ്റ്റാണ്. ബീഫ് കറിയുടെയൊക്കെ ടേസ്റ്റ് ഈ കറിക്കുണ്ട്. നമുക്കിനിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു മസാലപ്പൊടി. കുറച്ച് അവസാനം ഒരു തുള്ളി ഗരം മസാല പൗഡറും നമുക്ക് കുരുമുളക് പൊടിയും ചേർക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്.
ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറിവേപ്പിലയും ചേർക്കാം. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങളിത് എന്തായാലും നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം. ചില സീസണിൽ നമുക്ക് ഈ ശീമച്ചക്ക കിട്ടാറുള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ആ ഓൾ എന്ന ഓപ്ഷനോടെ കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.